നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മൾ പലരും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പേരാണ് ഡോക്ടർ രാമാനന്ദ്. ഡോക്ടർ രാമാനന്ദ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു യാത്രയെക്കുറിച്ച് പറയാനാണ്. നമ്മുടെ കൊച്ചി കാലടിയിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു യാത്ര. ആ യാത്രയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. 100 പേര് രാമാനന്ദിൻ്റെ കൂടെ ഈ കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, 100 ബുള്ളറ്റിൽ. ആ യാത്രയ്ക്ക് ചില പ്രത്യേകതകളും ചില ലക്ഷ്യങ്ങളുമുണ്ട്. ആ യാത്രയെപ്പറ്റി രാമാനന്ദ് തന്നെ പറയും. സാർ നമസ്കാരം. എന്താണ് യഥാർത്ഥത്തിൽ ചലോ എൽ ഒ സി? ചലോ എൽ ഒ സി വാസ്തവത്തിലൊരു മൂവ്മെൻ്റ് ആണ്. പെഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ്. പെഹൽഗാം അറ്റാക്കിൻ്റെ പിറ്റേ ദിവസം സത്യത്തിൽ അന്ന് രാത്രി ഭാരതീയരാർക്കും ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടായില്ല. അത്രയും ഹീനമായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതിന് പിറ്റേ ദിവസം എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൊരു പ്രതികരണത്തോട് തീരുന്നതാണോ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളൊരു ചോദ്യം ശക്തമായിട്ട് ഉള്ളിലുണ്ടായി. ആ സമയത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, പെഹൽഗാം അറ്റാക്കിനെ കണ്ടം ചെയ്തുകൊണ്ട് എഴുതിയൊരു പോസ്റ്റാണ്. ആ പോസ്റ്റിൻ്റെ അവസാനത്തിലൊരു ചോദ്യം ചോദിച്ചു, പട്ടാളം എന്തെങ്കിലും പ്രവർത്തിക്കും, പ്രധാനമന്ത്രി എന്തെങ്കിലും പ്രവർത്തിക്കും, അല്ലെങ്കിൽ സംവിധാനങ്ങൾ എന്തെങ്കിലും പ്രവർത്തിക്കും, നമുക്ക് എന്ത് പ്രവർത്തിക്കാൻ പറ്റും? സിവിലിയൻ വേ ഓഫ് പ്രൊട്ടസ്റ്റ് എന്താണ്? അപ്പോൾ ബുള്ളറ്റ്സ് ആണ് നമ്മളെ നിശബ്ദമാക്കാൻ ഉപയോഗിച്ചതെങ്കിൽ നമ്മുടെ കയ്യിലും ബുള്ളറ്റ്സ് ഉണ്ട്. ആ ബുള്ളറ്റ്സ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ്സ് ആണ്. അപ്പോൾ ബുള്ളറ്റ്സ് എഗെയിൻസ്റ്റ് ബുള്ളറ്റ്സ്, ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ എന്നുള്ളൊരു ആശയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഞാനൊരു ആശയം പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ബുള്ളറ്റുകളുമായി എൽ ഒ സി വരെ പോകാം എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ബുള്ളറ്റുകളുടെ മുമ്പിൽ ഞാൻ സഞ്ചരിക്കണം. കാരണം അത് ഏറ്റവും കൂടുതൽ അപകടം ഉള്ളൊരു യാത്രയാണ്. അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് ധൈര്യം ഉണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ ആദ്യം ചോദിച്ചത്. അങ്ങനെ ഉണ്ടെന്ന് തോന്നിയ സമയത്ത് ആ ബുള്ളറ്റുകളുടെ മുമ്പിൽ ഞാൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതാണ്. ആ പോസ്റ്റിന് വലിയ പ്രചാരം കിട്ടി. 1000-ഓളം പേര് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറായി. അതിൽ നിന്ന് നമ്മൾ സ്ക്രൂട്ടണി ചെയ്ത് വളരെ ചുരുങ്ങിയൊരു ഗ്രൂപ്പിലേക്ക് എത്തി. അങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് ചലോ എൽ ഒ സി മാറി. ചലോ എൽ ഒ സി ഒരു സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനൊരു പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററൊക്കെ ഉണ്ട്. മണി കാർത്തിക്കാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, സുകന്യ കൃഷ്ണ അതിൻ്റെ സെക്രട്ടറിയാണ്, സുമേഷ് കെ എസ് അതിൻ്റെ ട്രഷററാണ്. പോരാത്തൊരു അതിനൊരു കോർ കമ്മിറ്റിയുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും മീറ്റിങ്ങുകളൊക്കെ കൂടി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് ജൂൺ 1-ാം തീയതി കാലടിയിൽ നിന്ന് നമ്മൾ ടീത്വാളിലെ ശാരദാ ക്ഷേത്രത്തിലേക്ക്, അത് ലൈൻ ഓഫ് കൺട്രോളിലാണ്. അതാണ് എൽ ഒ സി, ചലോ എൽ ഒ സി വരെ യാത്ര ചെയ്യാൻ എടുക്കുകയാണ്. ഒരു സാധാരണ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇതിലൊരു ചിന്ത തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം, ഇത്രയും പേര് വരുമെന്ന് ഇത്ര ഒരു സാധ്യത ഉണ്ടായിരുന്നു? ഇത്രയും പേര് പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ധാരാളം പ്രതികരണം കിട്ടും, അതിന് ധാരാളം മറുപടികളൊക്കെ വരും. പക്ഷെ തീർച്ചയായിട്ടും ആ പോസ്റ്റ് വിജയിക്കാൻ കാരണമായിരിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ ശക്തമായി കിടക്കുന്ന ദേശസ്നേഹം, അല്ലെങ്കിൽ അനീതിയോട് പ്രതികരിക്കണം, എനിക്ക് പറ്റുന്ന രീതിയിൽ പ്രതികരിക്കണം എന്നുള്ള ഒരു മൂല്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു പോസ്റ്റിൻ്റെ പ്രതികരണം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിസത്ത അതിനോട് പ്രതികരിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആന്തരികമായ ഒരു അവബോധം എല്ലാവരും മനസ്സിലും ഉണ്ട്. എങ്ങനെയാണ് സ്ക്രൂട്ടനീസ് 1000-ലധികം പേര് വരുന്നതിൽ 100 പേരിലേക്ക് എങ്ങനെയാണ് ചുരുക്കിയത് ആൾക്കാരെ? 1000 പേരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുമ്പോൾ പല ഉദ്ദേശത്തിൽ ചേരുന്ന ആളുകളുണ്ടാവും. ഇത് എന്ത് യാത്രയാണെന്ന് അറിയാൻ ചേരുന്നവരുണ്ടാവും, ഇത് എത്ര മുന്നോട്ട് പോകുമെന്ന് അറിയാൻ ചേരുന്നവരുണ്ടാവും, കളിയാക്കാൻ വേണ്ടി ചേരുന്നവരുണ്ടാവും, ഡേറ്റ ചോർത്താൻ വേണ്ടി ചേരുന്നവരുണ്ടാവും, പല ആളുകളുണ്ടാവും. അവിടെ നിന്ന് നമ്മളൊരു ഫോം കൊടുത്തു. ആ ഫോം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ അത് സ്ക്രൂട്ടൺ ചെയ്തത്. അപ്പോൾ 100 ബുള്ളറ്റിനാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇവിടുന്ന് 100 ബുള്ളറ്റുകൾ സഞ്ചരിക്കുന്നില്ല. നമ്മളവിടെ എത്തുമ്പോഴേക്കും വഴിയിൽ നിന്നൊക്കെയായി ഒരുപാട് ബുള്ളറ്റുകൾ ചേർന്നാണ് നമ്മൾ 100 ബുള്ളറ്റുകൾ പോകുന്നത്. ഇതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ, ചെലവ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മറ്റു പിന്തുണകളൊക്കെ ലഭിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരോടും ഒരു പിന്തുണയും ചോദിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. കാരണം നേരത്തെ ചോദിച്ചല്ലോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ഇപ്പോൾ ഈ റൈഡിങ് അപ്പാരൽസ് ഒക്കെ കൂടി മേടിക്കാൻ ഒരാൾക്ക് മിനിമം ഒരു 50,000 രൂപ ചിലവ് വരും. അറിയാം, റൈഡേഴ്സിന് അറിയാവുന്ന കാര്യമാണ്, പല കാരണങ്ങൾ കൊണ്ട്. പിന്നെ വണ്ടി കണ്ടീഷൻ ആയിരിക്കില്ല, അത് നന്നാക്കണം. അപ്പോൾ എല്ലാം കൂടെ പെട്രോൾ അടിക്കണം, ഭക്ഷണത്തിനുള്ള എല്ലാം കൂടെ ഒരു 60,000-70,000 രൂപ ഒരു വ്യക്തി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് ചിലവാണ്. 15 ദിവസം. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജോലി മാറി നിൽക്കണം, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അങ്ങനെ നമുക്കൊരു ബഞ്ച് ഓഫ് ആളുകൾ വന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും അവരുടെ എണ്ണം പെഹൽഗാമിൽ ഫയർ ചെയ്യപ്പെട്ട ബുള്ളറ്റുകളെക്കാൾ കൂടുതലുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യ ഇൻക്രെഡിബിൾ ആണെന്ന് തോന്നിയ ഒരു മൊമെന്റ് ഏതാണ്? യാത്രയിൽ എല്ലാ സമയത്തും അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് കാശ്മീരിൽ തന്നെ വലിയ
അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. കാരണം ലോകത്തുനിന്ന് ഭാരതത്തെ പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലം കാശ്മീരാണ്. അവിടെ ജനിക്കുന്ന ഒരു ചെറിയ കുട്ടി പോലും ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. അതങ്ങനെയാണ്, അവരുടെ ജീനിൽ പോലും അതുണ്ട്. എനിക്ക് ലോകത്ത് പലയിടത്ത് പോയിട്ടും കാശ്മീരിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു വാം വെൽക്കം പലപ്പോഴും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത്രയും ഹീനമായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ട്, അല്ലാതെ അവിടെ ധാരാളം സിവിലിയൻസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ധാരാളം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അത് ഇന്ത്യ എങ്ങനെ ഇൻക്രെഡിബിൾ ആവുന്നതെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. കാശ്മീരിൽ ഇത്രയും അധികം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കാശ്മീർ നമ്മളെ സ്വീകരിക്കുന്ന ഒരു വിധമുണ്ട്. അത് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു യാത്ര തുടങ്ങുമ്പോൾ പല തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ആ വിമർശനങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? വിമർശനങ്ങൾ പലതും കാമ്പില്ലാത്ത വിമർശനങ്ങളാണ്. ചില ആളുകൾ കരുതിയത് ഈ സമയത്ത് നമ്മളൊരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തോ ചെയ്യുന്നതാണ്. അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സംഘടനയാക്കുകയും അതിൻ്റെ പിന്നാലെ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ സംഘടന പ്രവർത്തിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പോസ്റ്റ് വരുന്നു, ധാരാളം ആളുകൾ അതിന് കമൻറ്റ് ചെയ്യുന്നു, ഒരുപാട് പേര് ആത്മാർത്ഥമായി ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ ഒത്തുകൂടുന്നു. ഞങ്ങൾ ഫിസിക്കലി ഒരു മീറ്റിംഗ് കൂടുന്നു. ഞങ്ങൾ പഹൽഗാം ആളുകൾക്ക്, അവിടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു. ഞങ്ങളൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. പഹൽഗാം അറ്റാക്കിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ദിവസവും മീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ദിവസവും സൂമിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ 5 മണി മുതൽ 6 മണി വരെ യാത്ര ചെയ്യുന്നവർ എഴുന്നേറ്റിരുന്ന് യോഗ ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു മറ്റുള്ളവർക്ക് പോകേണ്ട റോഡാണ്. അത്തരത്തിൽ ആ ഒരു റിസ്ക് എലമെന്റ്സിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ റിസ്ക് എലമെൻറ്റ്സ് ആലോചിച്ചിട്ട് നമുക്കിങ്ങനെ യാത്ര മാറ്റി വെക്കാൻ സാധിക്കുന്നതല്ല. അതിൻ്റെ റോഡ് സുരക്ഷയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അല്ലാതെ ഓരോ സ്ഥലത്തുള്ള ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം ഹാസിൽ ഫ്രീ ആയിട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ കാശ്മീരിന് ഒരു റിസ്ക് കൺസേൺ ആയിട്ട്, അവിടത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു റിസ്ക് കൺസേൺ ആയിട്ട് ഇപ്പോൾ കാശ്മീർ മാറിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് കാശ്മീർ ഭാരതത്തിൻ്റെ GDP-യിലേക്ക് ടൂറിസം വൈസ് ധാരാളം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ധാരാളം ടൂറിസ്റ്റുകൾ കാശ്മീർ വിസിറ്റ് ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കാശ്മീരിലെ ജനത മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന കാശ്മീരിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ട്, ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നിരന്തരം കാശ്മീരിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എന്തിന് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് 2 ആഴ്ച മുമ്പ് ഞാൻ LOCയിൽ ഉണ്ടായിരുന്നു. ഞാൻ LOC 2 ദിവസം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരാണ്. ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ നമുക്ക് കൊള്ളും, ഡ്രോണും മിസൈലൊന്നും വേണ്ട, അത്ര അടുത്താണ്. അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാശ്മീർ ധാരാളമായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എഡ്യൂക്കേഷൻ്റെ ഒരു സാർവത്രികമായതാണ്. അന്നത്തെ കാലത്ത് കല്ലെടുത്തെറിയാൻ പോകുന്ന ആളുകൾ ആരായിരുന്നു? പാവപ്പെട്ട കാശ്മീരിയുടെ മകനാണ്. അപ്പോൾ അവിടെ ഹുറിയത്ത് നേതാക്കളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നതെന്ന ചോദ്യത്തിന് അവരൊക്കെ ലണ്ടനിലും അമേരിക്കയിലും പഠിക്കുകയാണ്. പാവപ്പെട്ട കാശ്മീരിയുടെ മകൻ കല്ലെടുത്തെറിയാൻ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൻ്റെ മാറ്റം തീർച്ചയായിട്ടും വിഘടനവാദികൾക്ക് അനുകൂലിക്കാവുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഈ വിഘടനവാദ ശ്രമം, അല്ലെങ്കിൽ ഈ പറയുന്ന ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കാശ്മീരിനെ മോശമായി ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മോശമായി ബാധിക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും കാശ്മീരിനെ അങ്ങനെ വിട്ടുകൊടുത്തുകൂടാ. നമുക്ക് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഏറ്റവും ടൂറിസ്റ്റ് ഐക്കണായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ടൂറിസം മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മകുടം തന്നെയാണ് കാശ്മീർ. അതിന് തിരിച്ചു കൊണ്ടുവരേണ്ട ഓരോ ഭാരതീയൻ്റെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും ഈ യാത്രയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പല വെർട്ടികളിലും മലയാളി മനസ്സിലാക്കിയ ഒരാളാണ് താങ്കൾ. അപ്പോൾ കത്തനാർ എന്ന സിനിമയുടെ റൈറ്റർ കൂടെയാണ്. കത്തനാർ നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റും തിയേറ്ററിൽ? കത്തനാർ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഈ വർഷം തന്നെ നമുക്ക് എപ്പോഴാണെന്നുള്ളത് പറയാൻ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളല്ല, അത് ഡയറക്ടറാണ് പറയേണ്ടത്. പക്ഷെ ധാരാളം ദ്രുതഗതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ ഇന്റർവ്യൂ പുറത്തു വരുന്നതിന് മുമ്പ് യാത്ര ആരംഭിച്ചിട്ടുണ്ടാവും. യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.